ഇന്നലെയും മിനിയാന്നുമൊക്കെ ആയിട്ട് ചില കുഞ്ഞുങ്ങളെ എൻ്റെ അടുക്ക പ്രാർത്ഥിക്കാൻ കൊണ്ടുവന്നു. ഒത്തിരി സങ്കടം തോന്നി. മന്ദബുദ്ധികളായ കുഞ്ഞുങ്ങൾ, കഴിവില്ലാത്ത കുട്ടികൾ, പലവിധ രോഗങ്ങൾ ബാധിച്ച കുഞ്ഞുങ്ങൾ, ചികിത്സിച്ചിട്ട് ഒരു വ്യത്യാസമില്ലാത്ത കുഞ്ഞുങ്ങളെയുമായിട്ട് പലരും ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കാനായിട്ട് കൊണ്ടുവന്നു. ചില കുട്ടികൾക്കാണെങ്കിൽ തിരിച്ചറിവില്ല, ബുദ്ധിക്ക് വളർച്ചയില്ല, അംഗവൈകല്യമുണ്ട്. ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങളെയൊക്കെ ഇന്നലെ മിനിയാന്നൊക്കെ പ്രാർത്ഥിക്കാനായിട്ട് ഇന്നും കൊണ്ടുവന്നിരുന്നു. ഈ കുഞ്ഞുങ്ങളെയുമായിട്ട് സഹിക്കുന്ന അമ്മമാര്, ആ കുടുംബത്തിലെ അപ്പന്മാര്, മറ്റുള്ളവരെ തിരിച്ചറിയുക, നിങ്ങൾ വിജയത്തിലൂടെയാണ് കടന്നു പോകുന്നത്. അംഗവൈകല്യമുള്ളൊരു കുഞ്ഞ് നിങ്ങളുടെ വീട്ടിലുണ്ടോ? ആ കുഞ്ഞൊരു പാപവും ചെയ്യുന്നില്ല. മന്ദബുദ്ധിയായ ഒരു കുഞ്ഞ് നിങ്ങളുടെ വീട്ടിലുണ്ടോ? തിരിച്ചറിയുക, നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ട കുടുംബമാണ്. കാരണം മന്ദബുദ്ധിയായ ഈ കുഞ്ഞ് ഒരു പാപവും ചെയ്യുന്നില്ല. ഒരു പാപവും ചെയ്യാത്തവനായ ക്രിസ്തു നിങ്ങളുടെ വീട്ടിലുണ്ട്. കരമടിച്ചൊന്ന് കർത്താവിനെ സ്തുതിക്കാമോ? തളർവാദം പിടിപെട്ട് സംസാരശേഷി പോലുമില്ലാതെ തളർന്ന കൈകളും കാലുകളും നടുവുമായിട്ട് കിടക്കുന്ന ഒരമ്മ നിങ്ങളുടെ വീട്ടിലുണ്ടോ? തിരിച്ചറിയുക, ആ കുടുംബം അനുഗ്രഹിക്കപ്പെട്ട കുടുംബമാ. കരമടിച്ചൊന്ന് സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. ഷുഗർ രോഗം ബാധിച്ച് കാല് മുറിച്ചൊരപ്പൻ നിങ്ങളുടെ വീട്ടിലുണ്ടോ? ഞാൻ പറയുന്നു, ആ കുടുംബം അനുഗ്രഹിക്കപ്പെട്ട കുടുംബമാ. ആ സഹിക്കുന്ന പിതാവിൻ്റെ സഹനത്തിലൂടെ ആ കുടുംബം അനുഗ്രഹിക്കപ്പെട്ടുകൊണ്ടിരിക്കുക. മക്കളും തലമുറകളും അനുഗ്രഹിക്കപ്പെട്ടുകൊണ്ടിരിക്കുക. സഹിക്കുന്നവരെ, നിങ്ങൾ ഭാഗ്യവാന്മാർ. ക്രിസ്തു ക്രൂശിൽ സഹിച്ചു. ആ സഹനം പരാജയമായിരുന്നില്ല, അത് വിജയമായിരുന്നു. നമ്മൾ വിജയം ആഘോഷിക്കാനായി ഇവിടെ ഇരിക്കുന്നത്. ഇവിടെ വിശുദ്ധ കുർബാന ആഘോഷമായിട്ട് അർപ്പിക്കുമ്പോൾ തിരിച്ചറിയുക, ഇത് വിജയാഘോഷമാണ്. വിശുദ്ധ കുർബാന ക്രൂശിൽ മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിൻ്റെ വിജയത്തിൻ്റെ ആഘോഷമാണ് ഓരോ വിശുദ്ധ കുർബാനയും. ക്രിസ്തുവിൻ്റെ ക്രൂശിലെ സഹനം പരാജയമായിരുന്നില്ല. കഴിഞ്ഞ വർഷം അതിരമ്പുഴ കാരിസ്മാനി ധ്യാനം നടത്തുമ്പോൾ ഒരു ബഹുമാനപ്പെട്ട സിസ്റ്റർ എൻ്റെ അടുക്കൽ വന്നിട്ട് പറയുകയാണ്, ബ്രദറെ, എൻ്റെ വീട്ടിൽ 6 മക്കളുണ്ട്. അപ്പച്ചൻ മരിച്ചുപോയി. 70 വയസ്സ് പിന്നിട്ട് എൻ്റെ അമ്മച്ചിയുണ്ട്. ആ സിസ്റ്റർ ഇപ്രകാരം എന്നോട് പറഞ്ഞു, ഞങ്ങൾക്കൊരേ ഒരാങ്ങളെയുള്ളൂ. ഞങ്ങൾ 3 സിസ്റ്റേഴ്സ്, 3 സഹോദരിമാരുണ്ട്. വേറെ 7 മക്കളുണ്ട് മൊത്തം. 3 സഹോദരിമാരുടെ വിവാഹം കഴിഞ്ഞു പോയി. ഞങ്ങളുടെ സിസ്റ്റേഴ്സൊക്കെ പല സ്ഥലങ്ങളിലാണ്. ആ ബഹുമാനപ്പെട്ട സിസ്റ്റർ എന്നോട് പറയുകയാണ്, ഞങ്ങൾക്ക് ഒരേ ഒരു ആങ്ങളെയുള്ളൂ. അവൻ ഏകദേശം 30-32 വയസ്സായി. മന്ദബുദ്ധിയാണ്, കഴിവില്ലാത്ത ഒരാങ്ങളെയാണ് എനിക്കുള്ളത്. അടുത്ത ചോദ്യം ആ സിസ്റ്ററിനോട് ചോദിച്ചു, ഇതാണ്, എൻ്റെ ആങ്ങളെയും അമ്മയും കൂടി ഞാനൊന്ന് ധ്യാനം കഴിയുമ്പോൾ വരുത്താം, ബ്രദറിനൊന്ന് പ്രാർത്ഥിക്കാമോ? ഞാൻ പറഞ്ഞു, ഉറപ്പായിട്ട് പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞു. ധ്യാനത്തിൻ്റെ അവസാനത്തെ ദിവസം ഇതാ, 75 വയസ്സോളം പ്രായമുള്ള വൃദ്ധയായ ഒരമ്മ തൻ്റെ മകനെയുമായിട്ട് വരിക. ഏകദേശം 35 വയസ്സോളം പ്രായമുള്ള ഒരു ചെറുപ്പക്കാരൻ, അവൻ പാൻറ്റും ഷർട്ടും ഒക്കെ ആയിട്ടിരിക്കുന്നത്. ഈ അമ്മ ഈ മകന്റെ കയ്യെ പിടിച്ചിട്ടുണ്ട്. അവനൊരു മന്ദബുദ്ധിയായ ചെറുപ്പക്കാരനാ. 75 വയസ്സോളം പ്രായമുള്ള ഈ പെറ്റമ്മ വേണം ഇവന്റെ കാര്യങ്ങളെല്ലാം നോക്കുവാൻ. ഈ അമ്മയുടെ സഹനം ഒരു പരാജയമല്ല. ഈ അമ്മയുടെ കണ്ണുനീര് ഒരു തോൽവിയല്ല. ഈ അമ്മയുടെ വേദന ഒരു തോൽവിയല്ല. ഞാൻ ഒത്തിരി സ്നേഹത്തോടെ ആ മോന് വേണ്ടിയും അമ്മച്ചിക്ക് വേണ്ടിയും പ്രാർത്ഥിച്ചു. ഇത് പ്രാർത്ഥിക്കുമ്പോൾ ഈ സിസ്റ്റർ കണ്ണുനീര് തുടയ്ക്കുന്നുണ്ട്. ആ സിസ്റ്ററിനോട് പറഞ്ഞു, ബ്രദറെ, ഇവനെ നോക്കുന്നത് അമ്മച്ചിയെ, വേറെ ആരുമില്ല. അപ്പൻ വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചുപോയി. നോക്കിക്കേ, ആ അമ്മയുടെ സഹനം. മന്ദബുദ്ധിയായ മകനെയുമായിട്ട് ഈ അമ്മ നടക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഒരു തെറ്റും ചെയ്യാതെ സഹിക്കുന്നവർ ഇവിടെ ഉണ്ടാകാം. ആ സഹനം തലമുറകൾക്ക് അനുഗ്രഹമായിട്ട് മാറാൻ പോകുക. നിന്റെ ബിസിനസ് പൊട്ടിയോ? നീ തുടങ്ങിയ ബിസിനസ്സുകൾ മുഴുവൻ പരാജയപ്പെട്ടോ? ഞാൻ പറയുന്നു, നീ പരാജയപ്പെട്ടിട്ടില്ല. നീ പരാജയപ്പെടുന്നത് എപ്പോഴാണെന്നറിയാമോ? ക്രിസ്തുവിനെ നീ വിട്ടുപേക്ഷിക്കുമ്പോൾ.
ക്രിസ്തുവിന്റെ വചനം നീ അവഗണിക്കുമ്പോൾ, യേശു ക്രിസ്തുവിനെ നീ വേണ്ട എന്ന് വെക്കുമ്പോഴാ നിന്റെ ജീവിതം പരാജയപ്പെടുന്നത്. അത്താഴത്തിന് അരിയില്ലെങ്കിലും നിന്റെ ഉള്ളിൽ ക്രിസ്തു ഉണ്ടെങ്കിൽ നീ വിജയിച്ചവനാ. കരമടിച്ചൊന്ന് സ്തുതിച്ചേ. ക്രിസ്തുവിനെ നെഞ്ചിന്റെ ഉള്ളിൽ കൊണ്ടു നടക്കുന്ന ഒരു വ്യക്തിയും പരാജയപ്പെട്ടവനല്ല. അവൻ വിജയത്തിന്റെ മുകളിലാ. ക്രൂശ് വഹിക്കുന്നവരെല്ലാം വിജയത്തിന്റെ പാതയിലൂടെ നടക്കുന്നവരാ. പ്രൈസ് ദി ലോർഡ്. മനുഷ്യന്റെ ദൃഷ്ടിയിൽ ഒരുപക്ഷെ അവൻ പരാജയപ്പെട്ടവനായിരിക്കാം. അവൻ്റെ ബിസിനസ് പൊളിഞ്ഞു, കടബാധ്യതയായി, ഒരു മാർഗവുമില്ല, വസ്തുക്കളൊക്കെ വിറ്റ് ഇപ്പോൾ വാടക വീട്ടിലാണ് താമസിക്കുന്നത്. ബന്ധുക്കാരും സ്വന്തക്കാരും നാട്ടുകാരും എല്ലാവരും പറയും അവനൊരു കഴിവില്ലാത്തവന്. അതുകൊണ്ട് എല്ലാം തീർന്നു, എല്ലാം തീർത്തവൻ, അസ്തമിച്ചു. ഭാര്യയും മക്കളും എല്ലാവരും വാടക വീട്ടിൽ കിടക്കുന്നു. അവൻ ജീവിതത്തിൽ പരാജയപ്പെട്ടവനാ. ഞാൻ പറയുന്നു, അവൻ പരാജയപ്പെട്ടിട്ടില്ല. അവൻ ക്രിസ്തുവിൻ്റെ വചനമനുസരിക്കുന്നവരാണെങ്കിൽ, യേശു ക്രിസ്തുവിനെ സ്നേഹിക്കുന്ന വ്യക്തിയാണെങ്കിൽ അവൻ പരാജയപ്പെട്ടിട്ടില്ല. ശൂന്യതയിൽ നിന്ന് ഉണ്ടാകട്ടെ എന്ന വചനത്താൽ ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചവൻ നിനക്ക് വേണ്ടി അത്ഭുതം ചെയ്യും. വിശ്വസിക്കുന്നവർ കരമടിച്ചു സ്തുതിക്കട്ടെ. ഉണ്ടാകട്ടെ എന്ന വചനത്താൽ ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചവൻ നിനക്ക് വേണ്ടി അത്ഭുതം ചെയ്യും. സ്തുതിക്കട്ടെ, കരമടിച്ച് ശക്തമായിട്ട്. പോരാ, വാ തുറന്നേ, സ്തുതിക്കട്ടെ. ശക്തമായി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, വിജയം വരിച്ചവനെ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. നീ പരാജയപ്പെട്ടിട്ടില്ല. നീ പരാജയപ്പെടുവാൻ കർത്താവ് സമ്മതിക്കത്തില്ല. ഉയർത്തെഴുന്നേറ്റ യേശു എൻ്റെയും നിങ്ങളുടെയും ഉള്ളിൽ വസിക്കുന്നു. എൻ്റെ ജീവിതത്തിൽ എപ്പോഴാ പരാജയമെന്നറിയാമോ? എൻ്റെ യേശു എന്നെ വിട്ടുമാറുമ്പോഴാ എൻ്റെ ജീവിതത്തിൽ പരാജയം. ഞാൻ സഹിക്കുമ്പോൾ യേശു എൻ്റെ കൂടെയുണ്ട്. ഞാൻ വിജയിക്കുമ്പോൾ യേശു എൻ്റെ കൂടെയുണ്ട്. ഞാൻ നടക്കുന്ന വഴികളിൽ യേശു എൻ്റെ കൂടെയുണ്ട്. ഞാൻ തളരാതെ വീണുപോകാതെ എന്നെ താങ്ങുന്നവനായ യേശു എൻ്റെ കൂടെയുണ്ട്. ഞാൻ പരാജയപ്പെടത്തില്ല. യേശു എൻ്റെ കൂടെയുണ്ട്. യേശു നിങ്ങളോടൊപ്പമുണ്ടെങ്കിൽ നിങ്ങൾ പരാജയപ്പെട്ട ഒരു വ്യക്തിയല്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒരു തെറ്റായ മനുഷ്യൻ്റെ ചിന്തയാണിത്. എല്ലാം നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അവനെ പിന്നെ ഒന്നിനും കൊള്ളത്തില്ല. മന്ദബുദ്ധിയായിട്ടുള്ളൊരു കുഞ്ഞുണ്ടോ? ഓ, ആ കുടുംബം ഏതാണ്ട് ശാപം കിട്ടിയ കുടുംബമാണ്. ആര് പറഞ്ഞു ആണെന്ന്? ഈ മന്ദബുദ്ധിയായിട്ടുള്ള ഒരു കുഞ്ഞ് തെറ്റ് ചെയ്യുന്നുണ്ടോ? ഒരു കള്ളം പറയുന്നുണ്ടോ? എന്താ ഒരു പാപവും ചെയ്യാത്ത നിഷ്കളങ്കനായ ഒരു കുട്ടിയാണ്. അങ്ങനെ ഒരു കുഞ്ഞുണ്ടോ? ഉറപ്പാണ് ക്രിസ്തു നിശബ്ദമായിട്ട് ആ വീട്ടിൽ സഹിക്കുക. നമ്മൾ വിധിക്കുന്നത് പോലെയല്ല കാര്യങ്ങളുടെ കിടപ്പ്. നമ്മൾ തീരുമാനിക്കുന്ന പോലെയല്ല ദൈവത്തിൻ്റെ കാഴ്ചപ്പാടുകൾ. രണ്ട് കരമേത്തി ശക്തമായി സ്തുതിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉണർവോടെ ശക്തമായി. കർത്താവേ, പ്രത്യാശ കൊണ്ട് ഈ ജനത്തെ നിറയ്ക്കണമേ. പ്രത്യാശ കൊണ്ട് ഈ ജനത്തെ നിറയ്ക്കണമേ. മനസ്സുള്ള നിരാശകളും ദുഃഖങ്ങളും ഭാരങ്ങളും വിട്ടുമാറട്ടെ. വിശ്വാസത്തിൻ്റെ അഭിഷേകം ഒഴുകട്ടെ. പ്രത്യാശ നിറയട്ടെ. പ്രത്യാശ നിറയട്ടെ. ശക്തമായി സ്തുതിച്ചേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ. യേശുവിന് എന്നെ പറ്റി കരുതലുണ്ട്. വിളിച്ചു പറഞ്ഞേ, യേശുവിന് എന്നെ പറ്റി കരുതലുണ്ട്. യേശുവിന് എന്നെ പറ്റി കരുതലുണ്ട്. ഞാൻ തകർന്നു പോകുവാൻ, എൻ്റെ കുടുംബം തകർന്നു പോകുവാൻ കർത്താവ് സമ്മതിക്കത്തില്ല. കർത്താവിന് ഞങ്ങളെ പറ്റി കരുതലുണ്ട്. കർത്താവിന് ഞങ്ങളെ പറ്റി കരുതലുണ്ട്. കരമടിച്ചൊന്ന് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ.
കർത്താവേ, ഈ ജനത്തിന്റെ മേൽ നമ്മുടെ പരിശുദ്ധാത്മാവിനെ അയക്കണമേ. ദൈവജനത്തിലെ ഹൃദയം ഉണരട്ടെ, മനസ്സിന്റെ കെട്ടുകൾ ഇയ്യട്ടെ, നിരാശ വിട്ടുമാറട്ടെ, കുറ്റബോധം വിട്ടുമാറട്ടെ. തകർന്ന മനസ്സുകളിലേക്ക് ആത്മാവിന്റെ ശക്തി ഒഴുകട്ടെ. തകർന്ന മനസ്സുകളിലേക്ക് ദൈവ സ്നേഹം ഒഴുകട്ടെ. തകർന്ന മനസ്സുകൾ ഉണർവിന്റെ അഭിഷേകത്താൽ നിറയട്ടെ. നമുക്ക് കരമടിച്ച് ഒന്ന് ചേർന്ന് പാട്ട് പാടാം. ഈ ഗാന ശുശ്രൂഷ എല്ലാവരും അധരങ്ങൾ തുറന്ന് പാടണം. ശക്തമായിട്ട് കരമടിക്കണം. മനസ്സ് തുറന്ന് ആനന്ദിച്ച് പാടണം. തിന്മകളൊന്നും വരികയില്ല, അനർത്ഥങ്ങളൊന്നും തൊടുകയില്ല. തിന്മകളൊന്നും വരികയില്ല, അനർത്ഥങ്ങളൊന്നും തൊടുകയില്ല. ഈശോയെ മരണത്തെ ജയിച്ചവരെ, ഈശോയെ മരണത്തെ ജയിച്ചവരെ, കർത്താവായി അധിപതിയായി എന്നെന്നും നീ വാഴണമേ. കർത്താവായി അധിപതിയായി എന്നെന്നും നീ വാഴ. കരമുയർത്തിയടിച്ച് പാടിക്കേ. വഴിയട്ടെ, കെട്ടുകൾ പൊട്ടട്ടെ. വഴിയട്ടെ, കെട്ടുകൾ പൊട്ടട്ടെ. നിങ്ങൾക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യും. നിങ്ങൾക്ക് വേണ്ടി കർത്താവ് അത്ഭുതം ചെയ്യും. ചെങ്കടൽ പിളർത്തി ദൈവജനത്തെ കാണാൻ ദേശത്തെത്തിച്ച കർത്താവ് നിങ്ങൾക്ക് വേണ്ടി അത്ഭുതം ചെയ്യും. കരമടിച്ചു ചേർന്ന് പാടിക്കേ. ആകാശത്തിലും ഭൂമിയിലും പാതാളത്തിലും എല്ലാ മുഴങ്കാലുകളും മടങ്ങുന്ന യേശു ക്രിസ്തുവിന്റെ ശക്തിയേറിയ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ഈ ജനം വിടുതൽ പ്രാപിക്കട്ടെ. കുടുംബ തകർച്ചകൾ നീങ്ങിപ്പോകട്ടെ. പരാജയങ്ങൾ വിട്ടുമാറട്ടെ. നിരാശകൾ വിട്ടുമാറട്ടെ. ഭയങ്ങൾ വിട്ടുമാറട്ടെ. അടിക്കടിയുള്ള പരാജയങ്ങൾ, തകർച്ചകൾ കുടുംബങ്ങളെ വിട്ടുമാറട്ടെ. ഈ ജനം മുഴുവൻ ഇന്ന് യേശുനാമത്തിൽ വിടുതൽ പ്രാപിക്കട്ടെ. നമ്മൾ വിജയത്തിലേക്കാണ്. അനുഗ്രഹിക്കുന്ന കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. നമുക്ക് പരാജയമില്ല. ആരാധനയുടെ നിമിഷങ്ങളിൽ ആത്മനാഥനെ കാണുവാൻ ആരാധകരിവൻ കാത്തിരിപ്പു. ആത്മനാഥനേശുവേ, ആരാധനയുടെ നിമിഷങ്ങളിൽ ആത്മനാഥനെ കാണുവാൻ ആരാധകരിവൻ കാത്തിരിപ്പു. ആത്മനാഥനേശുവേ, കരങ്ങൾ വീശി ആരാധന ആരാധന ആയിരം ആരാധന. സ്വരമുയർത്തി ആരാധന ആരാധന ആത്മാവിൽ ആരാധന. തിരുനാമമെങ്ങും പ്രകീർത്തിക്കാം, ജനതകൾ മധ്യേ പ്രഘോഷിക്കാം.
ആകാശത്തോളം ഉയർന്നിടുന്ന സ്തോത്രഗീതം ഏറ്റുപാടിടാം. തിരുനാമമെന്നും പ്രകീർത്തിക്കാം. ജനതകൾ മധ്യേ പ്രഘോഷിക്കാൻ. ആകാശത്തോളം ഉയർന്നിടുന്ന സ്തോത്രഗീതം ഏറ്റുപാടി. കരങ്ങൾ വീശി ആരാധന ആരാധന ആയിരം ആരാധന. നിശബ്ദമായിട്ട് സഹിക്കുന്നവരുണ്ട്, അവർ ഭാഗ്യവാന്മാരാ. സഹിക്കുന്ന ഓരോ വ്യക്തികളും ക്രിസ്തുവിന്റെ പ്രിയപ്പെട്ടവരാ. ഈ സമൂഹത്തിൽ സഹിക്കുന്നവര് യേശുവിന്റെ കണ്ണിലെ കൃഷ്ണമണികളാ. ആരൊക്കെ നിശബ്ദമായിട്ട് സഹിക്കുന്നു? ഒറ്റപ്പെടുത്തപ്പെടുന്നവർ, മറ്റുള്ളവരാൽ അവഗണിക്കപ്പെടുന്നവർ, ചവിട്ടപ്പെടുന്നവർ, കുടുംബത്തിന് വേണ്ടി സഹോദരങ്ങൾക്ക് വേണ്ടിയൊക്കെ ജീവിച്ചിട്ട് കുടുംബത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടവർ, മക്കൾ വഴിവിട്ടുപോയപ്പോൾ ചങ്കുപൊട്ടിക്കരയുന്ന അമ്മമാരും അപ്പന്മാരും. നിങ്ങളുടെ കണ്ണുനീരിന് വിലയുണ്ട്, നിങ്ങളുടെ നൊമ്പരങ്ങൾക്ക് വിലയുണ്ട്. വിശുദ്ധ ബൈബിളിലെ ശക്തനായ ഒരു കഥാപാത്രമാണ് ജോബ്. ജോബിന്റെ പുസ്തകത്തിൽ നാം വായിക്കുന്നു, ജോബിന്റെ ജീവിതത്തിലേക്ക് വലിയ തകർച്ചകൾ വന്നു. മക്കളെല്ലാവരും മരിക്കുന്നതായിട്ട് നമ്മൾ കാണുകയാണ്. മൂത്ത സഹോദരന്റെ വീട്ടില് സൽക്കാരത്തിലായിരിക്കുമ്പോൾ ഒരു കൊടുങ്കാറ്റ് വീശി ആ ഭവനം വീണു, മക്കളെല്ലാവരും മരിച്ചു. ഒട്ടകക്കൂട്ടങ്ങളെ ഷെബക്കാര് പിടിച്ചുകൊണ്ടുപോയി. ഉണ്ടായിരുന്ന സ്വത്തുക്കളൊക്കെ ഒന്നൊന്നായിട്ട് നഷ്ടപ്പെട്ടു. അവസാനം ഇതാ ജോബിന്റെ ശരീരം വ്രണങ്ങൾ കൊണ്ട് നിറഞ്ഞ പഴുത്തു ജീർണിച്ചു. ദുർഗന്ധം വമിക്കുന്ന മനുഷ്യനായിട്ടിരിക്കുകയാണ്. ശരീരമെല്ലാം പഴുത്തു ജീർണിച്ച് ദുർഗന്ധം വമിക്കുന്ന മനുഷ്യനായി ജോബ് ഇരിക്കുമ്പോൾ ജോബിന്റെ പ്രിയ ഭാര്യ പറയുന്നു, മനുഷ്യ, നമുക്ക് ദൈവത്തെ തള്ളിപ്പറഞ്ഞിട്ട് മരിക്കാം. ജോബിന്റെ ഭാര്യ മടുത്തു കഴിഞ്ഞു. മക്കൾ നഷ്ടപ്പെട്ടു, സ്വത്തുക്കൾ നഷ്ടപ്പെട്ടു, പ്രിയ ഭർത്താവ് രോഗിയായി തീർന്നു. ദുർഗന്ധം വമിക്കുന്ന മനുഷ്യൻ, എല്ലാവരാലും ഒറ്റപ്പെടുത്തപ്പെട്ട അവസ്ഥയിൽ ആ സഹോദരി പറയുകയാണ്, നമുക്ക് മരിക്കാം, നമുക്ക് മരിക്കാം, ഈ ജീവിതം അവസാനിപ്പിക്കാം. ഈ കൺവെൻഷൻ ഗ്രൗണ്ടിൽ ഏതെങ്കിലും വ്യക്തികൾ അങ്ങനെ ചിന്തിക്കുന്നുണ്ടെങ്കിൽ ആ ചിന്ത മാറ്റുക. നിനക്ക് ജീവിതത്തില് എന്തൊക്കെ നഷ്ടപ്പെട്ടാലും അത് തിരിച്ചു തരുവാൻ യേശുക്രിസ്തു സർവശക്തനാ. ഈ അപ്പത്തിന്റെ ഉള്ളിൽ മറഞ്ഞിരിക്കുന്ന ദൈവം, ഉയർത്തെഴുന്നേറ്റ യേശു സർവശക്തനാ. വിശ്വസിക്കുന്നവർ കരമടിച്ചു സ്തുതിച്ചേ. യേശുവേ ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ. സ്തുതിക്കട്ടെ, കരമുയർത്തി സ്തുതിക്കട്ടെ. യേശുവേ 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 യേശുവേ. നിനക്കും നിന്റെ കുടുംബത്തിനും നഷ്ടപ്പെട്ടത് മുഴുവൻ തിരിച്ചു തരാൻ സർവശക്തനായവൻ ഇവിടെയുണ്ട്. ശത്രുക്കൾക്ക് മുൻപിൽ വിരുന്നൊരുക്കുന്ന ദൈവം ഈ അപ്പത്തിൽ മറഞ്ഞിരിക്കുന്നു. വിശ്വസിക്കുന്നവർ കരമടിച്ചു സ്തുതിക്കട്ടെ.
കരമുയർത്തി യേശുവേ എന്ന് വിളിച്ചേ. നിന്റെ ചങ്കിൽ കെട്ടി നിൽക്കുന്ന ദുഃഖഭാരങ്ങൾ, നൊമ്പരങ്ങളും വേദനകളും ദിവ്യകാരുണ്യനാഥന്റെ മുൻപിൽ സമർപ്പിച്ചുകൊണ്ട് കരമുയർത്തി ഒന്ന് വിളിച്ചേ. ചങ്കിലെ നൊമ്പരങ്ങൾ കർത്താവിന് കൊടുത്തേ. നെഞ്ചുപറ്റി ഒന്ന് കരഞ്ഞു സ്തുതിച്ചേ. കർത്താവേ, ഹൃദയങ്ങളെ തൊടണമേ. യേശുവേ, യേശുവേ, മക്കളെ ഓർത്ത് വേദനിക്കുന്ന മാതാപിതാക്കൾ ഇവിടെയുണ്ട്. മക്കളുടെ വഴിതെറ്റി യാത്രയെ ഓർത്ത് കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന അപ്പച്ചന്മാരും അമ്മച്ചിമാരും ഇവിടെയുണ്ട്. കർത്താവേ, അവരുടെ കണ്ണുനീരൊന്ന് ഏറ്റെടുക്കാൻ നീ വരണമേ. ജോലിയില്ല, വിവാഹം നടക്കുന്നില്ല, വൈകല്യമുള്ള കുഞ്ഞുങ്ങളെ കരങ്ങളിൽ എടുത്തുകൊണ്ട് ചങ്കുപൊട്ടി കരയുന്ന അമ്മമാരിവിടെയുണ്ട്. യേശുവേ, എന്റെ യേശുവേ, യേശുവേ, എന്റെ യേശുവേ, 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 പ്രിയപ്പെട്ടവരുടെ മരണത്തിന്റെ ദുഃഖവുമായിട്ട് കഴിയുന്നവർ, ജീവിതത്തിൽ എന്തും പരാജയം ഏറ്റുവാങ്ങി മനസ്സുമടുത്തവർ ഇവിടെയുണ്ട്. വിശ്വാസം പോലും നഷ്ടപ്പെട്ട മക്കൾ ഈ പന്തലിലുണ്ട്. കർത്താവേ, വിശ്വാസത്തിന്റെ അഭിഷേകം അയക്കണമേ. മാതാപിതാക്കളെ ഓർത്ത്, പ്രായമായ മാതാപിതാക്കളെ അന്വേഷിക്കാൻ ആരുമില്ല, ശുശ്രൂഷിക്കാൻ ആരുമില്ല. ഒറ്റപ്പെടുത്തപ്പെട്ട അപ്പച്ചന്മാരെ അമ്മച്ചിമാരെ ഓർത്ത് വേദനിക്കുന്നവർ ഇവിടെയുണ്ട്. വീട്ടില് പ്രായമായ അപ്പൻ മാത്രമേ ഉള്ളൂ, അമ്മ മാത്രമേ ഉള്ളൂ. നൊമ്പരപ്പെടുന്ന ഹൃദയങ്ങൾ, തകർന്ന മനസ്സുകൾ ഇവിടെയുണ്ട്. വർഷങ്ങളായി വിവാഹം കഴിഞ്ഞ് മക്കളില്ല, വേദനിക്കുന്നവരുണ്ട്. യേശുവേ, ഇവിടെ ജീവിതത്തെ ഒന്ന് തൊടുവാൻ വരണമേ. രണ്ട് കരങ്ങളും എത്തി സ്തുതിച്ചേ. യേശുവേ ആരാധന, ഹല്ലേലൂയ, 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 യേശുവേ ആരാധന, ഹല്ലേലൂയ, 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 യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിന്റെ ആത്മാവ് എൻ്റെ ഉള്ളിൽ ശക്തമായൊരു സന്ദേശം നൽകുന്നു. പ്രിയപ്പെട്ടവരുടെ ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. അവരുടെ ബന്ധുക്കൾ ആരൊക്കെ ഇവിടെയുണ്ട്. അങ്ങനെ ആത്മഹത്യ ചെയ്തു പോയ പ്രിയപ്പെട്ടവരെ ഓർത്ത് ഇപ്പോഴും ഹൃദയത്തിൽ കഠിനമായ വ്യഥയുള്ളവർ, ആ സങ്കടം കർത്താവിന് കൊടുക്കാൻ പറയുന്നു. ഈ സമൂഹത്തിൽ അനേകം സന്ധിവാത രോഗികളെ കർത്താവ് തൊടുന്നു. സന്ധിവാത രോഗം കഠിനമായ ദുഃഖത്തിൽ നിന്നുള്ളവായതാണ്. ആ കഠിനമായ ദുഃഖം യേശു ഏറ്റെടുക്കുന്നു. അത്ഭുതകരമായിട്ട് സന്ധിവാത രോഗത്തിൽ നിന്ന് അനേകരെ കർത്താവ് സൗഖ്യമാക്കുന്നു. കരമടിച്ച് യേശുവിനെ ഒന്ന് സ്തുതിക്കട്ടെ. ഒരു നിമിഷം കരങ്ങൾ കൂപ്പി കണ്ണുകൾ അടച്ച് നിങ്ങളുടെ ആവശ്യങ്ങള്, വേദനകള്, സങ്കടങ്ങള് ഒക്കെ ഈശോയ്ക്ക് സമർപ്പിച്ചേ. മക്കളില്ലാത്തവരൊക്കെ പ്രാർത്ഥിച്ചേ. മക്കൾക്ക് വേണ്ടി ഒന്നോ രണ്ടോ കുഞ്ഞുങ്ങളുണ്ട്, ഇനിയും കുഞ്ഞുങ്ങളെ വേണം, ഈശോയോട് ചോദിച്ചേ. വൈകല്യമുള്ള കുഞ്ഞുങ്ങളെ കർത്താവിന് കൊടുത്തേ. ഈ സമൂഹത്തിൽ ഗർഭിണികൾ ഉണ്ട്, അവർ പ്രാർത്ഥിച്ചേ, കർത്താവ് എൻ്റെ കുഞ്ഞിനെ പരിശുദ്ധാത്മാവിനെ നിറയ്ക്കണം. വീടില്ല, വസ്തുവില്ല, ബിസിനസ് തകർന്നു, കടബാധ്യത, വിവാഹം നടക്കുന്നില്ല, എല്ലാ വേദനകളും യേശുവിന് കൊടുത്തേ.
നിങ്ങൾക്ക് എന്തൊക്കെ നൊമ്പരങ്ങളുണ്ടോ, ആവശ്യങ്ങളുണ്ടോ, എല്ലാം ഈശോയോട് പറഞ്ഞേ. അവന്റെ അടിപ്പിണരിനാൽ നിങ്ങൾക്ക് സൗഖ്യമുണ്ട്. യെശയ്യാ 57:19 കർത്താവ് വെളി ചെയ്യുന്നു, ഞാൻ നിന്നെ സുഖപ്പെടുത്തും. നിന്നെ പ്രതി വിലപിച്ചവരുടെ അധരങ്ങളിൽ നിന്ന് കീർത്തനങ്ങൾ ഉയരുവാൻ ഞാൻ ഇടയാക്കും. നിങ്ങളുടെ എല്ലാ നൊമ്പരങ്ങളും ആവശ്യങ്ങളും കണ്ണുനീരും ദുഃഖങ്ങളും ഒക്കെ ഈശോയ്ക്ക് കൊടുത്തേ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെയൊക്കെ കർത്താവിന് കൊടുത്തേ. ദിവ്യകാരുണ്യ സന്നിധിയിലേക്ക് കരങ്ങൾ നീട്ടിപ്പിടിച്ചുകൊണ്ട് എല്ലാവരും യേശുവിനെ സ്തുതിച്ചേ. സൗഖ്യത്തിന് വേണ്ടി, വിടുതലിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. എല്ലാവരും സ്തുതിക്കട്ടെ. കർത്താവായ യേശുവേ, ഈ സമൂഹത്തിലുള്ള എല്ലാ രോഗികളെയും അങ്ങ് സൗഖ്യമാക്കണമേ. കർത്താവെ സൗഖ്യപ്പെടുത്തണമേ. തളർന്ന കൈകാലുകൾ ബലം പ്രാപിക്കട്ടെ. നടുവും നട്ടലും ബലം പ്രാപിക്കട്ടെ. അസ്ഥി രോഗങ്ങൾ വിട്ടുമാറട്ടെ. തളർന്ന കൈകാലുകൾ ശക്തി പ്രാപിക്കട്ടെ. ക്യാൻസറും ട്യൂമറും വിട്ടുമാറട്ടെ. മൈഗ്രെയിൻ വിട്ടുമാറട്ടെ. തലയുടെ ഭാരം വിട്ടുമാറട്ടെ. നെഞ്ചിന്റെ ഭാരം വിട്ടുമാറട്ടെ. ഹാർട്ട് രോഗങ്ങൾ സൗഖ്യമാവട്ടെ. ആസ്മ രോഗങ്ങൾ സൗഖ്യമാവട്ടെ. കഴുത്തല് ബലപ്പെടട്ടെ. തളർന്ന കൈകാലുകൾ ബലം പ്രാപിക്കട്ടെ. മന്ദബുദ്ധികളായ കുഞ്ഞുങ്ങൾ സൗഖ്യമാവട്ടെ. സന്ധിവാദം വിട്ടുമാറട്ടെ. ഹാർട്ട് രോഗങ്ങൾ സൗഖ്യമാവട്ടെ. ശ്വാസകോശ രോഗം വിട്ടുമാറട്ടെ. ആസ്മ രോഗങ്ങൾ സൗഖ്യമാവട്ടെ. അലർജി രോഗങ്ങൾ സൗഖ്യം പ്രാപിക്കട്ടെ. ത്വക്ക് രോഗങ്ങൾ സൗഖ്യമാവട്ടെ. വെള്ളപ്പാണ്ട് സൗഖ്യമാവട്ടെ. നെഞ്ചിലെ വേദന വിട്ടുമാറട്ടെ. ശരീരത്തെ മുഴകൾ അപ്രത്യക്ഷമാവട്ടെ. വന്ധ്യത വിട്ടുമാറട്ടെ. മക്കൾ ജനിക്കട്ടെ. കടബാധ്യത മാറട്ടെ. വീടില്ലാത്തവർക്ക് വീടുണ്ടാവട്ടെ. മക്കളില്ലാത്തവർക്ക് മക്കൾ ജനിക്കട്ടെ. കടബാധ്യത നീങ്ങട്ടെ. വസ്തു വിൽപ്പന നടക്കട്ടെ. സാമ്പത്തിക തകർച്ച വിട്ടുമാറട്ടെ. വിവാഹ തടസ്സം മാറട്ടെ. ജോലി തടസ്സം മാറട്ടെ. വിദേശയാത്രയുടെ തടസ്സം മാറട്ടെ. കർത്താവിന്റെ കരുണ ഒഴുകട്ടെ. യേശുനാമത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. യേശുനാമത്തിൽ അടയാളങ്ങൾ സംഭവിക്കട്ടെ. ശക്തമായി കരമടിച്ചു സ്തുതിക്കട്ടെ. ഈ ജനം വിടുതൽ പ്രാപിക്കട്ടെ. കെട്ടുകളയട്ടെ. തകർച്ച നീങ്ങട്ടെ. പരാജയങ്ങൾ വിട്ടുമാറട്ടെ. തോൽവികൾ വിജയമാവട്ടെ. തോൽവികൾ വിജയമാവട്ടെ. വിജയം നേടട്ടെ. തകർച്ച വിട്ടുമാറട്ടെ. ജീസസ്. കഷ്ടങ്ങൾ സാരമില്ല, കണ്ണുനീർ സാരമില്ല. നിത്യദേശത്തിൻ ഗനവും ഇടുമ്പോൾ ഞൊടി നേരത്തേക്കുള്ള കഷ്ടങ്ങൾ സാരമില്ല, കണ്ണുനീർ സാരമില്ല. നിത്യദേശത്തിൻ ഗനവും ഇടുമ്പോൾ ഞൊടി നേരത്തേക്കുള്ള കഷ്ടങ്ങൾ സാരമില്ല. എന്റെ വരവിൽ ധ്വനി മുഴങ്ങും. കാക്കളെ പോലെ നാം പറന്നുയരും. കാണണ്ടേ പ്രിയനാ മണവാളനെ ഭാവിക്കും സ്വർഗീയ മണിയവയിൽ. പ്രിയന്റെ വരവിൽ ധ്വനി മുഴങ്ങും. കാക്കളെ പോലെ നാം പറന്നുയരും. കാണണ്ടേ പ്രിയനാ മണവാളനെ ഭാവിക്കും സ്വർഗീയ മണിയവയിൽ. കഷ്ടങ്ങൾ സാരമില്ല, കണ്ണുനീർ സാരമില്ല. നിത്യദേശത്തിൻ ഗനമോത്തിടുമ്പോൾ ഞൊടി നേരത്തേക്കുള്ള കഷ്ടങ്ങൾ സാരമില്ല, കണ്ണുനീർ സാരമില്ല. എല്ലാവരും പഠിക്കേ. കഷ്ടങ്ങൾ സാരമില്ല, കണ്ണുനീർ സാരമില്ല. എല്ലാവരും ചേർന്ന് ഗനമോത്തിടുമ്പോൾ ഞൊടി നേരത്തേക്കുള്ള കഷ്ടങ്ങൾ സാരമില്ല, കണ്ണുനീർ സാരമില്ല.
യേശുവേ, സഹിക്കുന്ന മക്കളെ ശക്തമായിട്ട് അനുഗ്രഹിക്കണമേ. സഹനത്തിന്റെ വില ഈ മക്കൾ തിരിച്ചറിയട്ടെ. എല്ലായിടത്തും എപ്പോഴും വിജയം നൽകുന്ന യേശു നമ്മുടെ കൂടെയുണ്ട്. നമ്മൾ പരാജയപ്പെടുന്നവരല്ല. വിജയം വരിച്ച യേശു നമ്മുടെ ഉള്ളിലുണ്ട്. സഹനങ്ങൾ പരാജയമല്ല, സഹനങ്ങൾ വിജയമാണ്. കരങ്ങളെ കൂപ്പിപ്പിടിക്കാം. ദിവ്യകാരുണ്യനാഥന്റെ ആശീർവാദം സ്വീകരിക്കാം. സ്വർഗ്ഗത്തിൽ നിന്ന് ആഗതമാ ജീവൻ നൽകുമൊരപ്പം നീ, മർത്യനു മുക്തി പകർന്നരുളും നിത്യമഹോന്നതമപ്പം നീ, നിത്യമഹോന്നതമപ്പം നീ. സകലേശ ദിവ്യകടാക്ഷം തൂകളമേ വത്സലസുതരിൽ, നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. ആരാധന ആരാധന ആയിരം ആരാധന. കരങ്ങൾ വീശി ആരാധന ആരാധന ആത്മാവിൻ ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നല്ല യേശുവേ, നിന്റെ നാമം വാഴ്ത്തിടുന്നു. നല്ലിടയ നല്ല ദൈവമേ, നന്ദിയോടെ വാഴ്ത്തിടുന്നു. നല്ലിടയ നല്ല യേശുവേ, നിന്റെ നാമം വാഴ്ത്തിടുന്നു.
നല്ലിടയ നല്ല ദൈവമേ നന്ദിയോടെ വാഴ്ത്തിടുന്നു 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 യേശുനാമം വാഴ്ത്തിടുന്നു 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 യേശുനാമം വാഴ്ത്തിടുന്നു നല്ലിടയ നല്ല യേശുവേ നിന്റെ നാമം വാഴ്ത്തിടുന്നു നല്ലിടയ നല്ല ദൈവമേ നന്ദിയോടെ വാഴ്ത്തിടുന്നു പാടി സ്തുതിച്ചിടുന്നു ആനന്ദമോടെ പാടിടുന്നു ആർത്തുപാടി സ്തുതിച്ചിടുന്നു ആനന്ദമോടെ പാടിടുന്നു അത്ഭുതങ്ങൾ ചെയ്തവന്റെ അതിശയനാമം വാഴ്ത്തിടുന്നു അത്ഭുതങ്ങൾ ചെയ്തവന്റെ അതിശയനാമം വാഴ്ത്തിടുന്നു 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 യേശുനാമം വാഴ്ത്തിടുന്നു 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 യേശുനാമം വാഴ്ത്തിടുന്നു നല്ലിടയ നല്ല യേശുവേ നിന്റെ നാമം വാഴ്ത്തിടുന്നു നല്ലിടയ നല്ല ദൈവമേ നന്ദിയോടെ വാഴ്ത്തിടുന്നു പിടിച്ചുകൊണ്ട് ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവേ മഹത്വം യേശുവേ നന്ദി യേശുവേ സ്തുതി പിതാവേ നന്ദി. മത്തായിയുടെ സുവിശേഷത്തിൽ 19-ാം അധ്യായത്തിൻ്റെ 5 മുതലുള്ള വചനങ്ങളിൽ ഇങ്ങനെ പറയുന്നു, സൃഷ്ടാവ് ആദ്യം മുതലേ അവരെ പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിച്ചു എന്നും ഇക്കാരണത്താൽ പുരുഷൻ പിതാവിനെയും മാതാവിനെയും വിട്ട് ഭാര്യയോട് ചേർന്നിരിക്കും, അവർ ഇരുവരും ഏക ശരീരമായി തീരും എന്ന് അവിടുന്ന് അരുളിച്ചെയ്തിട്ടുണ്ടെന്നും നിങ്ങൾ വായിച്ചിട്ടില്ലേ. തന്മൂലം പിന്നീടൊരിക്കലും അവർ രണ്ടല്ല ഒറ്റ ശരീരമാണ്. ആകയാൽ ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്താതിരിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ആദിയിൽ ദൈവം മനുഷ്യനെ പുരുഷനും സ്ത്രീയുമായിട്ട് സൃഷ്ടിച്ചു. പുരുഷനും സ്ത്രീയുമായിട്ട് സൃഷ്ടിച്ചു. ദൈവം അവരെ ഒന്നായിട്ട് ജീവിക്കുവാനായിട്ട് അനുവദിക്കുകയാണ്. അവരേക ശരീരമായി തീരുന്നു. ഇനി അവർ രണ്ടല്ല എന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. വിവാഹമെന്ന കുദാശയിലൂടെ ഏക ശരീരമായിട്ട് തീരുന്ന ഒരു പുരുഷനും ഒരു സ്ത്രീയും അവരിനി രണ്ടല്ല, ഒറ്റ ശരീരമായിട്ട് തീരുന്നു. ഒന്നായി തീർന്നു കഴിഞ്ഞാൽ പിന്നീട് അവരുടെ ജീവിതത്തിലെ തീരുമാനങ്ങള്, ചിന്തകള്, ആശയങ്ങള്, സങ്കല്പങ്ങള്, സ്വപ്നങ്ങള് എല്ലാം ഒന്നായിരിക്കണം. രണ്ട് വ്യത്യസ്തമായ കുടുംബങ്ങളിൽ ജീവിച്ചു വളർന്ന രണ്ട് വ്യക്തികളാണ് വിവാഹമെന്ന കുദാശയിലൂടെ ഒന്നായി ചേരുന്നത്. വ്യത്യസ്തമായ ആശയങ്ങള്, വ്യത്യസ്തമായ കുടുംബ പശ്ചാത്തലത്തില് വളർന്നു വന്ന രണ്ട് വ്യക്തികള് ഒന്നിച്ചു ചേരുമ്പോൾ എന്തെങ്കിലുമൊക്കെ അസ്വസ്ഥതകളും കുറവുകളൊക്കെ ഉണ്ടാകാം. അവിടെ പരസ്പരം ക്ഷമിക്കുവാനും സ്നേഹിക്കുവാനും ഒന്നിച്ചു ചേരുവാനുമായിട്ട് മനസ്സ് കാണിച്ചുവെങ്കിൽ മാത്രമേ കുടുംബജീവിതം വിജയിക്കത്തുള്ളൂ. ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്താതിരിക്കട്ടെ. ഇന്ന് നമ്മുടെ സമൂഹത്തിൽ വിവാഹമോചനം ഒത്തിരിയേറെ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലകം. വിവാഹം കഴിച്ചിട്ട് 6 മാസം പോലും ഒന്നിച്ചു ജീവിക്കാത്തവരുണ്ട്. അതിനു മുൻപ് തന്നെ പരസ്പരം അവർക്ക് ഒന്നിക്കുവാൻ സാധിക്കുന്നില്ല. ആശയങ്ങളുടെ ഭിന്നത, അല്ലെ സ്വഭാവത്തിലെ വൈകല്യങ്ങൾ, മദ്യപാനം, അല്ലെ എന്തെങ്കിലുമൊക്കെ കാരണങ്ങളാകാം. അങ്ങനെ അവർ പരസ്പരം ചിലർ സ്വമനസ്സോടെ തന്നെ ഡിവോഴ്സായിട്ട് മാറുകയാണ്. ദൈവം യോജിപ്പിച്ചതാണ്, ഒരിക്കലും വേർപിരിയുവാൻ പാടില്ല, മറ്റാർക്കും വേർപെടുത്തുവാനായിട്ട് അവകാശവുമില്ല.
എന്തിനാണ് വിവാഹം കഴിക്കുന്നത്? വിവാഹം കഴിച്ചവർ അനേകർ ഈ പന്തലിലുണ്ട്. എന്തിനാണ് വിവാഹം കഴിക്കുന്നത് ഒന്ന് പറയാമോ? വിവാഹം കഴിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? എന്തിനു വേണ്ടിയാണ്? വല്ലപ്പോഴും അടിയും വഴക്കും ഒക്കെ ഉണ്ടാക്കാനായിട്ട് ഒരാൾ വേണ്ടേ? അതിനു വേണ്ടിയാണ് വിവാഹം കഴിക്കുന്നത്. ആണോ? അല്ല. എന്തിനു വേണ്ടിയാണ് വിവാഹം കഴിക്കുന്നത്? ഒന്ന് പറഞ്ഞേ, എന്തിനു വേണ്ടിയാണ് വിവാഹം കഴിക്കുന്നത്? വിവാഹമെന്ന കൂദാശയിലൂടെ ദൈവം രണ്ട് വ്യക്തികളെ ചേർക്കുന്നത് സ്നേഹിക്കാൻ വേണ്ടിയാണ്. എന്തിനു വേണ്ടിയാണ്? നിനക്കു സ്നേഹിക്കുവാൻ, മരണം വരെ നിനക്കു സ്നേഹിക്കുവാൻ കർത്താവ് ഒരു വ്യക്തിയെ തരുകയാണ്. പല സഹോദരിമാരും എന്നോട് പറയാറുണ്ട്, ബ്രദറെ, ആ മനുഷ്യൻ എന്നെ സ്നേഹിക്കുന്നില്ല. വിവാഹം കഴിഞ്ഞിട്ട് 16 വർഷമായി, മക്കൾ 4 5 ആയി, ഇന്ന് വരെ ആ മനുഷ്യൻ എന്നെ സ്നേഹിച്ചിട്ടില്ല. പിന്നെ എങ്ങനെയാ ഈ പിള്ളേരൊക്കെ ഉണ്ടായത്? അതെങ്ങനെയൊക്കെ ഉണ്ടായി? സ്നേഹിക്കുന്നതിന് വേണ്ടിയാണ് ദൈവം രണ്ടുപേരെ ചേർക്കുന്നത്. അപ്പം ഭർത്താവ് സ്നേഹിക്കുന്നില്ല എന്ന് പറയുന്ന സഹോദരിമാരെ മനസ്സിലാക്കണം, നിനക്ക് സ്നേഹിക്കാൻ വേണ്ടിയാണ് കർത്താവ് ഒരു പുരുഷനെ തന്നത്.